മാതാവിൻ്റെ സാന്നിധ്യം. എൻ്റെ വീട്ടിൽ മാതാവും ഈശോയും സ്ഥിരമായി ജീവിക്കുന്ന ആളാണ്. ഈ അൾത്താര പോലെ തന്നെയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ പ്രാർത്ഥനാ സ്ഥലം. ഏത് ദിവസവും ഞാൻ തിരി കത്തിച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ്, തിരുഹൃദയം, പൂവ്, കുരിശ്, ഈശോ, മാതാവ്, അങ്ങനെ പല രൂപങ്ങളായിട്ടും എനിക്ക് എൻ്റെ മാതാവിൻ്റെ സാന്നിധ്യം അന്ന് മുതൽ 3 വർഷമായി, അന്ന് മുതൽ ഇവിടെ നിന്ന് കിട്ടിയ ദൈവാനുഭവം മുതൽ ഇവിടെ ഇന്ന് വരെ എൻ്റെ മാതാവ് എൻ്റെ കൂടെ ഇങ്ങനെ എന്നെ കൊണ്ടു നടക്കുകയാണ്. പിന്നെ ഒരു ദിവസം ജോസഫ് അച്ഛൻ്റെ ധ്യാനം കൂടുമ്പോൾ എൻ്റെ വീട്ടിലെ ഈശോയുടെ ഫോട്ടോയുടെ നെറ്റിയിൽ ഒരു എണ്ണ, ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമ്പോൾ എൻ്റെ ഫോട്ടോയിൽ എൻ്റെ വീട്ടിലെ ഈശോയുടെ ഫോട്ടോയിൽ വന്ന എണ്ണയാണിത്. ഇത് കടുത്ത വേനലായിട്ടും 2 ആഴ്ച ഈ എണ്ണ ഈ ഫോട്ടോ തന്നെ തങ്ങി നിന്നു. ഇതിന് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി ഞാൻ കരുതുന്നു. അതുപോലെ ദുഃഖവെള്ളിയാഴ്ച 2025 ദുഃഖവെള്ളി ദിവസത്തിൻ്റെ സത്യം മനസ്സിലാക്കി വൈകിട്ട് 3 മണിക്ക് ഞാൻ ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ തിരിയിൽ മാതാവും തൻ്റെ മകൻ്റെ ശരീരം മടിയിൽ കിടത്തിയ മാതാവ് ഉയർന്നു വന്നു. ഇത് എൻ്റെ ഏറ്റവും വലിയൊരു സത്യമായിട്ട് ഞാൻ ദുഃഖവെള്ളിൻ്റെ സത്യമായി ഞാൻ ഇവിടെ സാക്ഷ്യപ്പെടുന്നു. ആ മാതാവിനെ, ഈശോയെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്ക് വന്ന ഉടമ്പടി മാതാവ്, അത് വളരെ വ്യക്തമായ രീതിയിൽ മാതാവ് ഇരുന്ന് എന്നെ അനുഗ്രഹിക്കുന്നത് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുന്നു. പിന്നെ